ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് കോച്ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി 24,120 ഭാഗത്തൊക്കെ തന്നെ നിൽക്കുന്നു. നമ്മളെ മാർക്കറ്റ് ലാസ്റ്റ് ഒരു സ്പൈക്ക് തന്ന് 24,115 വരെ പോയെങ്കിൽ കൂടി തിരിച്ച് ആ ഭാഗത്തൊക്കെ തന്നെ വന്ന് ഒരു ക്ലോസിംഗ് ഒക്കെ 24,040 ഭാഗത്തൊക്കെയാണ് 31 ഭാഗത്തൊക്കെയാണ് കൃത്യമായി കാണിക്കുന്നത്. സ്പൈക്ക് ഇന്ന് കൂടുതൽ സംഭവിച്ചിരിക്കുന്ന ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലാണ്. നമ്മുടെ നമ്മളെ സ്പോട്ടിനെക്കാട്ടിയും കൂടുതൽ സ്പൈക്ക് വന്നേക്കുന്നത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലായതുകൊണ്ട് ആ സ്പൈക്ക് റൂള് കൃത്യമായിട്ട് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ വർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പോസിബിൾ ആണ്. നാളെ നമ്മുടെ മന്ത്ലി എക്സ്പയറി ആണ്. രണ്ട് പുതിയ ന്യൂസുകൾ ഇന്ന് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഒരു ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സെബി പ്രപ്പോസസ് ഫ്ലെക്സിബിൾ ഓപ്ഷൻസ് ട്രേഡിംഗ് റൂൾസ് ടു ഹാൻഡിൽ ഷാർപ്പ് മാർക്കറ്റ് സ്വിങ്സ്. SEBI wants stock exchange to quickly add new option strike prices during volatile market. അതായത് പുതിയ കോൺട്രാക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മാർക്കറ്റ് വോളറ്റൈൽ ആവുന്ന സമയത്ത് ആൾക്കാർക്ക് ഹെഡ്ജിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ടും ഓപ്ഷൻസിന്റെ പർപ്പസിന് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു സിസ്റ്റം ഇനിഷ്യേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ കോൺട്രാക്ട് ഇനിഷ്യേറ്റ് ചെയ്യണമെന്നാണ് സെബി ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു പോസിറ്റീവ് ഘടകം. രണ്ടാമത് ഇറാൻ യുറേനിയം അമേരിക്കക്ക് കൊടുക്കാമെന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടിയൊക്കെ പറയുന്ന ന്യൂസ് ഇപ്പൊ മാർക്കറ്റിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാവില്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതും കൂടെ പറയണ ഈ രണ്ട് പോസിറ്റീവ് ന്യൂസുകൾ നമ്മളെ മാർക്കറ്റിൽ കിടപ്പുണ്ട്. ഇന്ന് അമേരിക്ക മാർക്കറ്റ് മെമ്മോറിയൽ ഡേ ആയതുകൊണ്ട് അവധിയായത് കാരണം പൊതുവെ അങ്ങനെ ഒരു വലിയൊരു മൂവ്മെന്റുകളൊന്നും ഇപ്പൊ അമേരിക്ക മാർക്കറ്റിൽ സംഭവിക്കുന്നില്ല. ഇപ്പൊ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തും ഇന്ത്യയിലും നടന്ന കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളിലെ കിടപ്പ് വശം. സോ ഇന്ന് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നിഫ്റ്റി നമ്മുടെ റേഞ്ച് എല്ലാം പൊട്ടി ഈ ഒരു POCക്ക് മുകളിൽ കയറി, ഈ ഒരു വാല്യൂയുടെ ബോത്ത് കയറി, ഈ ഒരു POC 2450 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്ത് ഏത് ദിവസത്തെ POC ആണ്? ഈ കഴിഞ്ഞ 24th ഏപ്രിൽ തൊട്ടുള്ള ആ റേഞ്ചിന്റെ POC ആയ 24,050യുടെ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് എടുത്ത് അവിടെ തന്നെ കൃത്യമായി ക്ലോസ് ചെയ്തു. ചെറിയൊരു സ്പൈക്ക് മാത്രമേ ഉള്ളൂ. സോ എന്നെ സംബന്ധിച്ച് 24,078 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഒരു ബൈയെ കുറിച്ച് ഇപ്പൊ 24,080 ആണ് ഇന്നത്തെ POC വന്നിരിക്കുന്നത്. 23,965 ഭാഗത്തൊക്കെയാണ് POC നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് അവിടെ നിന്ന് 23,965 ഭാഗത്തേക്ക് ആ POC വന്നിട്ടുണ്ട്. ഞാൻ ആ POC ഒന്ന് ആദ്യം മാർക്ക് വെക്കാം. 23,965 ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്, നമ്മുടെ POC വരുന്നത്. 23,965 എന്ന് പറഞ്ഞ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബുള്ളിഷ് റെഫറൻസ് 24,080 ഭാഗത്ത് 24,080 ഭാഗത്തേക്കാണ് ആ ബുള്ളിഷ് റെഫറൻസിനെ വെച്ചിരിക്കുന്നത്. ബെയറിഷ് റെഫറൻസ് വരുന്നത് ഇന്ന് ഈ ഒരു POC 23,900 ഭാഗത്ത് 23,900 ഭാഗത്തേക്ക് നമ്മുടെ ബെയറിഷ് റെഫറൻസ് വരും. ഇതാണ് എനിക്ക് നാളത്തേക്ക് പറയാനുള്ള ബുള്ളിഷും ബെയറിഷും. സോ 23,900 പൊട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ല, നമ്മുടെ ഇന്നലത്തെ ബുള്ളിഷ് റെഫറൻസ് ഇന്നത്തെ ബെയറിഷ് റെഫറൻസിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയി മാറി. 23,855 ഭാഗത്ത് വരും. സെക്കൻഡ് ടാർഗറ്റ് 23,800 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ POC ഉണ്ട് 23,727 എന്ന് പറഞ്ഞ ഈ POC തേർഡ് ടാർഗറ്റ് 23,727 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എനിക്ക് താഴേക്കുള്ള റെഫറൻസിൽ വരുന്നത്. ഇനി മോൾ 24,080 പൊട്ടിയാൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് 24,120 ഭാഗത്തേക്ക് 6-1 എന്ന് പറയുമ്പോൾ 24,120 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് മുകളിൽ അടുത്തത് 24,180 ഈ POC 24,180 എന്ന് പറഞ്ഞ ഈ POC 24,180 എന്ന് പറഞ്ഞ ആ POCയുടെ ഭാഗത്തേക്ക് വരാം. അതാണ് സെക്കൻഡ് ടാർഗറ്റ്. അത് തേർഡ് ടാർഗറ്റ് നമ്മൾ 24,223 എത്രയാണ്? 24,223 24,223 എന്ന ഭാഗത്തേക്ക് വരും. അതാണ് എനിക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റിൽ പറയാനുള്ള അപ്പർ സൈഡ് റെഫറൻസ് ലെവലും ലോവർ സൈഡ് റെഫറൻസ് ലെവലും. ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് എനിക്ക് ഓവറോൾ സ്ട്രക്ചറിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നാളെ മന്ത്ലി ഡേ ആയതുകൊണ്ട്, മന്ത്ലി ക്ലോസിംഗ് കൂടെ മീൻസ് എക്സ്പയറി ക്ലോസിംഗ് ആയതുകൊണ്ട് സ്പോട്ട് മാർക്കറ്റായി ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ. അപ്പം എന്റെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഫോക്കസ് ഞാൻ പറഞ്ഞേക്കുന്നത് സ്പോട്ട് മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾ ഈ സ്പോട്ട് മാർക്കറ്റ് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഓപ്ഷൻ, ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ വിത്ത് സ്മോൾ സ്പൈക്ക് ആയിട്ടാണ് ഡേ ടൈപ്പ് വന്നിരിക്കുന്നത്.
ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു കിഡില സ്പൈക്ക് വന്നു. പി ഷേപ്ഡ് പ്രൊഫൈലെ കാണുന്ന വളരെ പ്രതീക്ഷയോടുകൂടി മാർക്കറ്റ് വന്ന ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. പി ഷേപ്ഡ് പ്രൊഫൈലിൽ നിന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് കാറ്റിൽ പറത്തിക്കൊണ്ട് ഹെവി ഒരു സ്പൈക്ക് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി വന്നേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,033 ഭാഗത്തേക്കാണ് പി ഒ സി. 55,033 ഭാഗത്തേക്ക് പി ഒ സി, 55,033 ഭാഗത്തേക്ക് പി ഒ സി വന്നിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് വന്നിരിക്കുന്നത് 55,000, ഈ ഒരു ഏരിയ 55,000, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 55,000 ഇവിടെ ഒരു സ്പൈക്ക് വന്ന ഏരിയയുടെ ഭാഗത്താണ് ഈ ഒരു പി ഒ സി. 55,553 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്കുന്നുള്ളൂ. 55,553 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ സെല്ലിങ്ങിനെ കുറിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സെല്ലിങ്ങിനെ കുറിച്ച് ഇനി അടുത്ത പ്രതീക്ഷ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ അടുത്ത എവിടെയാണ്? ഇനി അടുത്ത സെല്ലിംഗ് 55,033 പി ഒ സി. അതൊന്നും മാറ്റി വയ്ക്കാൻ, നേരത്തെ അത് കൊടുത്തപ്പോൾ മാറിപ്പോയായിരുന്നു. ഇനി നമുക്ക് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ലോവർ സ്ട്രക്ചർ അല്ല, ഇതാണ് 54 അല്ല, പകരം 54,808 മുകളിലാണ് ഞാൻ സെല്ലിങ്. എത്രയാണ്? 54,808 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. ആ ഫസ്റ്റ് ടാർഗറ്റ് ഇന്നത്തെ ലോവർ ലെവലായ 54,635 ഫസ്റ്റ് ഓപ്പണിങ്ങിന്റെ പ്രൈസ് 54,635 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് എന്ന് പറയുമ്പം സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 54,482. എത്രയാണ്? 54,482 ആ ഭാഗത്തേക്ക് വരാം. അതിന് താഴെ തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 54,279. ഇതാണ് എനിക്ക് താഴേക്ക് പറയാനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ റെഫറൻസ് ലെവൽ. ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് സ്പൈക്ക് ക്ലോസ് ആണ്. ഇനി ബുള്ളിഷ് റെഫറൻസ് 55,553 അതിന് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 55,755 55,755 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ 55,920. എത്രയാണ്? സെക്കൻഡ് ടാർഗറ്റ് 55,920 55,920 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,103. എത്രയാണ്? 56,103. അതാണ് R3. എത്രയാണ്? 56,103. ഇതാണ് എനിക്ക് R3 ആയിട്ട് പറയാനുള്ളത്. R3 എന്ന് പറയുമ്പോൾ 56,103, 56,103. ഇതായിരിക്കും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. R1ഉം R2ഉം R3യും എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇത് ഒരു റെഫറൻസ് ലെവൽ ആക്റ്റീവ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഹെവി സ്പൈക്ക് ഉള്ളതുകൊണ്ട് നാളെ ഇന്നത്തെ സ്പൈക്ക് റോള് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇന്നത്തെ LPDയിൽ എമ്മിന്റെ സ്പൈക്കിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഹെവി ഒരു സ്പൈക്ക് മുമ്പിൽ തരാം. വേണമെങ്കിൽ ഈ പി ഒ സിക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി 56,100 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റി കുറിച്ച് പറയാനുള്ള നാളത്തെ എക്സ്പയറി ഡേയുടെ കാര്യത്തിൽ. ക്യാപ്പ് പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് വിത്ത് ചെറിയൊരു സ്പൈക്ക്, ഒരു ബാലൻസ് ആയ പ്രൊഫൈല്, ഒരു നോർമൽ വേരിയേഷൻ അപ്പാണ് ക്ലോസ് വന്നിരിക്കുന്നത്. വൈകിട്ട് 2:50 വരെ ബാലൻസ് തന്നുകൊണ്ടുന്ന മാർക്കറ്റായിരുന്നു. പക്ഷെ അത് ക്ലോസ് ചെയ്തത് 14,500 നമ്മുടെ ഈ ഒരു ഹൈക്ക് കൊണ്ടോ 14,600 മുകളിൽ മാത്രമേ ഞാനൊരു മിഡ് ക്യാപ്പിൽ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. 14,600 മുകളിൽ 14,600 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് R1 ആയി, R3 ആയി, ഇനി R2 ആയി. സോ ഇനി എന്റെ പി ഒ സി എന്ന് പറഞ്ഞാൽ 14,528 ഭാഗത്തേക്കാണ് പി ഒ സി. 14,528 ഭാഗത്തേക്കാണ് പി ഒ സി വന്നിരിക്കുന്നത്. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 14,490 താഴെ സെല്ലിങ്. അതായത് 14,490 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അത് ഫസ്റ്റ് ടാർഗറ്റ് 14,450 ഭാഗത്തേക്ക്, 14,450 ഭാഗത്തേക്ക്. സെക്കൻഡ് ടാർഗറ്റ് 14,400 ഭാഗത്തേക്ക്, 14,400 ഭാഗത്തേക്കും. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 14,400 താഴെ 14,355. ഇത്രയാണ് 14,355 ഭാഗത്താണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഡൗൺ സൈഡ് റെഫറൻസ് ലെവല്. ഇനി 14,600 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് 14,655, 14,655 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 14,700 ഭാഗം, 14,700 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ
745. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാം. ചുരുക്കി പറഞ്ഞാൽ 14,600 പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ബൈയിങ് മൊമെന്റം വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ചാൻസ് പൊതുവേ നമ്മുടെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇതാണ് ഒരു ഓവറോൾ ലാസ്റ്റത്തെ 40 പ്രത്യേകിച്ച് ലാസ്റ്റ് അരമണിക്കൂറിൽ നല്ലൊരു ഗ്യാപ്പ് നിഫ്റ്റിക്കായാലും പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ബേസ്ഡ് ഓൺ ഈ സെബിയുടെ ആ ഒരു പ്രപ്പോസൽ ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെയാണെങ്കിൽ നാളെ ഈ മാർക്കറ്റിലെ മൂവ് കണ്ടിന്യൂ ചെയ്യും എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് മാർക്കറ്റാണ്. നാളെ എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു നല്ല രീതിയിൽ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഐദർ നമ്മൾ എക്സ്പയറി വേണമെങ്കിൽ 24,000 ഭാഗത്താവാം, ഇല്ല എങ്കിൽ 24,200 മുകളിൽ എക്സ്പയറി വരാനുള്ള ചാൻസ് പൊതുവെ മാർക്കറ്റിൽ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്ത് കൃത്യമായി ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ.